നാഷണൽ ഫോറൻസിക് അഡ്മിഷൻ പരീക്ഷ മാറ്റിയത് അറിയിക്കാത്തതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ വലഞ്ഞു. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ എത്തിയപ്പോഴാണ് പരീക്ഷ മാറ്റിയ വിവരം രക്ഷിതാക്കളും കുട്ടികളും അറിയുന്നത്. സംസ്ഥാനത്ത് ഒരിടത്ത് മാത്രമായിരുന്നു സെന്റർ. നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള പ്രാഥമിക അഡ്മിഷൻ ടെസ്റ്റിന് എത്തിയ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളുമാണ് ഈ നിൽക്കുന്നത്. മുന്നറിയിപ്പില്ലാതെ ഈ പരീക്ഷാ കേന്ദ്രം എത്തിയപ്പോഴാണ് മുന്നറിയിപ്പില്ലാതെ ഈ പരീക്ഷ മാറ്റിയത് ഇവർ അറിഞ്ഞത്. അങ്ങനെ വലിയ ബുദ്ധിമുട്ടിലാണ് ഉള്ളത്. എന്താണ് സംഭവിച്ചതെന്ന്? അതായത് ഇവരുടെ പരീക്ഷ ശരിക്കും 7th മോർണിംഗ് ആണ്. മോർണിംഗ് 11:30 റിപ്പോർട്ട് ചെയ്യണം പറഞ്ഞ് 1:30 എക്സാം. അപ്പോൾ ഇവർക്ക് ഈ അഡ്മിറ്റ് കാർഡ് എടുക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് ടെക്നിക്കൽ എന്തോ ഇഷ്യൂ കാരണം കൊണ്ടാണ് 2 ദിവസമായിട്ട് ഇവർക്ക് ഇത് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇന്നലെ വൈകിട്ടാണ് ഇവർക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയത്. ഡൗൺലോഡ് ചെയ്തെടുത്തു. നമ്മൾ എല്ലാം ഓക്കെ ആണെന്നുള്ള രീതിയിൽ ഇരുന്നു. കാലത്ത് എഴുന്നേറ്റ് കുട്ടികൾ നോക്കുമ്പോൾ ആണ് കാണുന്നത് ഈ പരീക്ഷ മാറ്റിവെച്ചു എന്നുള്ള പറയാം. ഈ മാറ്റിവെച്ചു, എന്നേക്ക് മാറ്റിവെച്ചു, എന്തുകൊണ്ട് മാറ്റിവെച്ചു എന്നുള്ള റീസൺ അവർ പറഞ്ഞത് നാച്ചുറൽ കലാമിറ്റിയും അൺഫോർസീൻ ടെക്നിക്കൽ ഇഷ്യൂ എന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ അതുകൾ കണ്ടു. ഞങ്ങൾ പക്ഷേ ഈ സെൻറ്റർ ഞങ്ങൾ പറഞ്ഞ സെൻറ്ററിൽ വന്നു കഴിയുമ്പോഴാണ് ഇങ്ങനെ എല്ലാം ഇത് നടക്കുന്നില്ല എന്നുള്ളത് മനസ്സിലായത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. വടക്കൻ ജില്ലകളിൽ നിന്നെല്ലാം വന്നവരാണ് ഈ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. ഇപ്പോൾ ഇനി എന്നാണ് പരീക്ഷ മാറ്റിവെച്ചത്? അങ്ങനെ ഒന്നും അറിയിപ്പൊന്നുമില്ല. ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഈ കേരളത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ ഇതിന്റെ സെന്റർ? തിരുവനന്തപുരം മാത്രമേ സെന്റർ ഉള്ളൂ, വേറെ എവിടെയില്ല. ഇതെന്താണ് ഈ മുന്നറിയിപ്പ് ലഭിക്കുന്നതിലുള്ള പ്രശ്നമായിട്ട് മനസ്സിലാക്കുന്നത്? ഇന്ന് മെസ്സേജ് ആയിട്ട് വരുവാണോ? എന്തുണ്ടായി? ഇന്നലെ രാത്രി മെയിൽ വന്നിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും വന്നിട്ടുണ്ട്. പക്ഷെ അത് കയറുമ്പോൾ സൈറ്റിലേക്ക് പോകുന്നില്ല, സൈറ്റ് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ എത്തിയതാണ് ഈ എക്സാമിന് വേണ്ടി മാത്രമായിട്ട്. ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ എക്സാം ഇല്ല എന്നുള്ളത്. ആ യാത്ര വെറുതെ. ഇപ്പം ഇനി വീണ്ടും നമ്മൾ വരണം ഈ എക്സാമിന് വേണ്ടി. അങ്ങനെയാണ്. അടുത്ത വട്ടം ഇവിടെ തന്നെ ആയിരിക്കും അങ്ങനെ സെന്ററിന്റെ അങ്ങനെ എന്തെങ്കിലും? അത് നമുക്ക് അറിയില്ല. അത് അവർ തരണനുസരിച്ച് ഇവിടെ ആവാനാണ് സാധ്യത. അപ്പം തിരുവനന്തപുരം മാത്രമേ ഉള്ളൂ ഇവർക്ക് സെന്റർ. 2 ജില്ലയ്ക്ക് കൂടി ഒരു സെന്റർ അനുവദിക്കുകയാണെങ്കിൽ തന്നെ ഇത്രയധികം പ്രയാസം ഉണ്ടാവില്ല. കുട്ടികൾക്ക് മടങ്ങി പോകാനും വരാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ടാവും. ഇത് ആകെ പ്രയാസമാണ് ഒരു സെന്റർ ആയത് കാരണം. ഏതായാലും വലിയ ബുദ്ധിമുട്ടിലാണ് ഈ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളും ഉള്ളത്. പ്രത്യേകിച്ചും പലരും വടക്കൻ ജില്ലകളിൽ നിന്ന് എറണാകുളത്തുനിന്നും കണ്ണൂരിൽ നിന്നുമൊക്കെ വന്നവരാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.